വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു മീൻകറി വെക്കാൻ പോവുകയാണ് അല്ലേ പറയാം. ഒരു ഹായ് കൊടുക്ക്. എന്താ വെക്കാൻ പോകുന്നത് നമ്മളിന്ന്? സ്പെഷ്യൽ മീൻകറി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുടംപുളി നമ്മുടെ തന്നെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ പുളിയെന്ന് പറിച്ച കുടംപുളി. ഓക്കെ. ഇത് എന്നാ മീനാണ് വെക്കാൻ പോകുന്നത്? മത്തിക്കറി. മത്തിക്കറി, കിളിമീൻ വറക്കുന്നു. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, നമ്മുടെ നാടൻ കോവയ്ക്ക. ഓക്കെ. ഇതെന്നെ എടുക്കുക. നമ്മുടെ വെളുത്തുള്ളി, മീൻ കറി വെക്കാൻ വെളുത്തുള്ളി പൊളിക്കുക. വെളുത്തുള്ളിയും പിന്നെ ചുമന്നുള്ളി, ഇഞ്ചി. ഇതൊക്കെ ഇനി എന്നിട്ട് ചതയ്ക്കുമോ അതോ അരിയുമോ? അരിഞ്ഞിടുന്നവരുണ്ട്, ചതച്ചിടുന്നവരുണ്ട്. താലിമ എങ്ങനെയാ? ഞാൻ അരിഞ്ഞിടുക ഇന്ന്. ഇതിരുന്ന ടേസ്റ്റ് കൂടാനാണോ? ചതച്ചിട്ട വേറൊരു ചുവയാണ്, അരിഞ്ഞിടുമ്പോൾ നല്ല ഇത് വരും, ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കേൾക്കുന്നതാണോ? താലിമയുടെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള മീൻകറിയാണോ അതോ സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ള മീൻകറിയാണ്, പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത്. ചാറുള്ള മീൻകറിയാണോ അതോ? ചാറ് നീട്ടി ചാറ് ചിലർ വെക്കാം, അങ്ങനെ വെക്കാം. നമുക്കിപ്പോൾ ഇത് കുറുക്കി വെക്കാം. ഏത് രീതിയിലാണ് വെക്കുന്നത്? മീനോ? മീൻകറി മീൻ മുളക് അരച്ച്. കോട്ടയം സ്റ്റൈലാണോ? ചങ്ങനാശ്ശേരി സ്റ്റൈല്. കോട്ടയംകാർ ചിലരൊക്കെ ഇതിടും, തക്കാളി ഇട്ടല്ല തക്കാളി ഇട്ട് നമ്മൾ വെക്കുകയല്ല. ചങ്ങനാശ്ശേരിക്കാര് കുടംപുളി മാത്രം ഉപയോഗിക്കത്തുള്ളൂ മീനാണ്. കുടംപുളിയും ആ വെളുത്തുള്ളി ഇഞ്ചി അപ്പം വെക്കുമ്പോൾ എടുക്കാം. അപ്പം ഇനി വെക്കുമ്പോൾ കാണാം അല്ലേ? വെക്കുമ്പോൾ കാണാം. നമ്മൾ വെച്ച് വരുമ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിരിക്കും. സെറ്റ്. ഇത് നേരത്തെ ഇട്ട് വെക്കണം വെള്ളത്തിൽ. കുടംപുളി നേരത്തെ ഇട്ട് വെക്കണം, വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഉപ്പും കുടംപുളിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കണം. അതെന്തിനാ? അത് ഉറയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് എളുപ്പമുണ്ടല്ലോ, പുളി ഇറങ്ങും. നമ്മൾ ചട്ടിക്കകത്താണ് വെക്കുന്നത്. ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുമോ അതോ? ചട്ടി വെക്കുമ്പോൾ രുചി കൂടും. ഒന്ന് ഗ്യാസേ വെക്കുന്നേക്കാൾ നല്ല നമ്മുടെ അടുപ്പിൽ തീ കത്തിച്ച് വെക്കുന്ന രുചി. ഇപ്പം നമ്മൾ ഗ്യാസിൽ വെക്കാൻ പോകും, നമുക്ക് ധൃതിയല്ലേ. സിമ്പിളായി പെട്ടെന്ന് വെക്കുന്നതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്. ഇതിവിടെ നമ്മുടെ കോവയ്ക്ക വെന്തോണ്ടിരിക്കുന്നു. ഇത് സാലിമ്മയുടെ തന്നെ കൃഷിയാ അല്ലേ? സാലിമ്മയുടെ തന്നെ കോവയ്ക്ക. എത്ര എണ്ണം കിട്ടി സാലിമേ? 10-15 കോവയ്ക്ക കിട്ടി. 10-15 കോവയ്ക്ക. വേറെ എന്നാക്കിയുണ്ട് സാലിമയ്ക്ക് ഇവിടെ? ഇവിടെ നമുക്ക് നമ്മുടെ പറമ്പിൽ കരിയാപ്പുണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞൊരു പച്ചക്കറിയാണ്. നിത്യവഴുതന കളർ എന്നാ? പച്ചക്കളറിൽ. അതെന്തിനാ ഉപയോഗിക്കുന്നത്? അത് മെഴുക്കോട്ട് വെക്കാം, തോരൻ വെക്കാം. ഏറ്റവും നല്ല മെഴുക്കോട്ട് വെക്കുന്നതാണ്. അത് നല്ല രുചി നമ്മുടെ നാട്ടിലുണ്ടാകുന്നല്ലേ. ഇതെങ്ങനെ ഈ മീൻകറിയൊക്കെ പഠിച്ചത്? ഞാൻ ഓരോരുത്തടുത്ത് ഓരോ അമ്മച്ചിമാർ വെക്കുന്ന കണ്ട് പഠിച്ച് ഇപ്പം ഞാൻ അമ്മച്ചി ആയില്ലേ. സാലിമയുടെ മീൻകറി ഫേമസ് ആണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം മായമ്മയ്ക്കാണ്. മായമ്മ ആരാ? എൻ്റെ ചേച്ചിയുടെ മോള്. എൻ്റെ സുവിയമ്മയ്ക്കും ഇഷ്ടമായി. ഇവിടെ വരുന്നവരെല്ലാം മീൻകൂട്ടിട്ട് നല്ല മീൻകറിയാന്ന് പറയും. സോണിയമ്മ. ഏതാ എന്നാ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം സാലിമ വെക്കുന്നത്? മീനും ബീഫും എല്ലാവർക്കും ഇഷ്ടം. പയർ തോരനെ. അത് കഴിഞ്ഞ് ചട്ടി വെക്കുക. ഗ്യാസ് കൂട്ടി വെക്കണോ? കുറച്ച് സാധാരണ കുറച്ച് തീയിലിടുക. ചട്ടി നല്ലവണ്ണം ചൂടാകണം, വെള്ളമൊക്കെ പോയി. തീ കൂട്ടി വെക്കുമ്പോൾ ചട്ടി പെട്ടെന്ന് ചൂടാകും.
നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്? നമ്മൾ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ. ആട്ടിയ വെളിച്ചെണ്ണ. ആട്ടിയ വെളിച്ചെണ്ണ. ഓയിൽ ഉപയോഗിക്കത്തില്ല? ഇല്ല. എണ്ണയാണ് നല്ലത്? വെളിച്ചെണ്ണ ഏറ്റവും നല്ല മീൻ. ടേസ്റ്റ് കൂടുമോ വെളിച്ചെണ്ണ? ഒത്തിരി ആയ വെളിച്ചെണ്ണ മീനിൽ ഇങ്ങനെ കിടക്കും, അത് രസമില്ല. എണ്ണ ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ പൊട്ടട്ടെ. മൂക്കിന് നല്ല മണം വരുന്നു. വരുന്നില്ലേ? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടോ? അതെ, ഉണ്ടോ? വെള്ളം വന്നുണ്ടോ? അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചുമന്നുള്ളി ഇടുക. മീനിൻ്റെ അനുസരിച്ച് ഇതെല്ലാം എടുക്കണം. മീൻ എന്തെങ്കിലും ഉണ്ടോ അനുസരിച്ച് എടുക്കണം. അത് നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോൾ നമ്മുടെ കരിയാപ്പല, നമ്മുടെ പറമ്പിലെ കരിയാപ്പല നമ്മൾ വെച്ച് പിടിപ്പിച്ച ബാംഗ്ലൂർ കരിയാപ്പ. ഇത് ബാംഗ്ലൂർ കരിയാപ്പോ? എന്താ? ബാംഗ്ലൂരിലുണ്ടാകുന്ന കരിയാപ്പ ഇത്. അവിടെ നിലത്തെ അതായത്. അതെങ്ങനെ കിട്ടി? അതിൻ്റെ ഞങ്ങൾക്ക് ഒരു വീട്ടുകാർത്താണ്. ഇത് കണ്ടോ? ചുമന്ന കണ്ടോ? കണ്ടോ? മൂത്ത് വന്നല്ലേ? നോക്കുമ്പോൾ ഒരു മണം വരും. എന്നിട്ട് നമുക്കൊരു 2-3 തണ്ട് കരിയാപ്പല ഇടുക. കരിയാപ്പല മെയിനാണോ? കരിയാപ്പല എത്ര ഇട്ടാലും നല്ലതാണ്. അപ്പം രുചി കിട്ടും. കണ്ടോ? കരിയാപ്പലൊക്കെ ഇട്ടു. അതും കരിയാപ്പല അത് ഒരു വാടണം. ആവശ്യത്തിന് മഞ്ഞൾ കൂടി ഇടുക. അത് കഴിയുമ്പോൾ നമ്മളെത്ര 1 കിലോ മീനാണെങ്കിൽ ഈ സ്പൂണിന് ഒരു 4 സ്പൂൺ മുളക് പൊടി ഇടുക. 1/2 കിലോ ഉണ്ടെങ്കിൽ 2 സ്പൂൺ ഇടുക. ഇതിപ്പോൾ നമുക്ക് 1/2 കിലോയാണ്. 2 സ്പൂൺ. ഇത് എരിവുള്ള മീനാണ്? ഇത് മുളക് പൊടിയാണോ? അല്ല, ഇത് ബിരിയാണി നമ്മുടെ കാശ്മീരി. കാശ്മീരി മുളക് പൊടി. അതിട്ട് നല്ലവണ്ണം ഇളക്കുക. വേറൊരു കളർ വരും. നമുക്ക് തോന്നും മുളക് പൊടി കുറവാണെങ്കിൽ ഒരു 1/2 സ്പൂൺ കൂടി ഇടുക. കണ്ടോ? വേറെ കളർ വന്ന കണ്ടോ? നല്ല മൂക്കണമായിരിക്കും. ഒത്തിരി മൂക്കണം, മൂത്ത കറുത്ത് പോകും. എന്നാൽ നമ്മൾ പുളിയും ഉപ്പും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, അതെ ഇതിനങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പുളി നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഉണ്ടോ? മുളക് പൊടി ഇരിക്കുക വ്യത്യാസമുണ്ടോ? ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നോക്കണം ഉപ്പും പുളിയുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ഒഴിക്കുക. ഉപ്പിൻ്റെ പുളി മൊത്തം ഇടണമെന്നില്ല, അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചാലും പുളി കാണും. ചിലർക്ക് പുളി കുറവല്ലേ വേണ്ടത്. കേട്ടോ? ഇത് കണ്ടോ? ഒഴിച്ച കണ്ടോ? എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് തിളയ്ക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ തിളച്ചു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ ചോറ് കളഞ്ഞ് അതുകൂടെ എടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ സാരിമയുടെ മീൻ കറി. തിളച്ച് വന്നു. ഇതാണ് നമുക്ക് ഒരുവിധം പറ്റാവുമല്ലോ കറിയുടെ ഏകദേശത്തിലോ. നമ്മൾ ഉപ്പും ഇതൊക്കെ ഉണ്ടോ നോക്കണം. അങ്ങനെ ഇപ്പം നോക്കാറായെന്ന് തോന്നുന്നത്. എന്നിട്ട് നോക്കണം. കണ്ടോ? കണ്ടോ? ഒരുപായി. പുളി മുന്നിട്ടേക്ക് ഒഴിച്ച് കൊടുക്കണം.
എങ്ങനെയുണ്ട്? പുളി ഇടണോ? പുളിയില്ലേ? ഉണ്ട്. പുളി ഇതാക്കി ഇരിക്കുക. അതിൻ്റെ വെള്ളം ഒഴിച്ചുള്ളൂ നമ്മളെ. ഉപ്പുണ്ട്. ഇത് ഒഴിക്കുമ്പോൾ കറക്റ്റ് രുചിയാ. 1 സ്പൂൺ കൂടെ കേട്ടോ. എന്നിട്ട് അത് അല്പസമയം മൂടി വെക്കുക. കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പോൾ സാലിമ്മയുടെ മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറ. ഉണ്ടോ കേട്ടോ? ശക്തി കിട്ടും. ചോറുണ്ടോ? ശക്തി കിട്ടും. ദുബായിലെ മെയിൻ ഇഷ്ടപ്പെട്ടവരെ ഈ മീൻകറിക്ക് ലൈക്ക് ചെയ്യണം. ഇത് നമ്മുടെ എവിടുത്തെ മീൻകറിയാ? ചങ്ങനാശ്ശേരി മീൻകറി. ചങ്ങനാശ്ശേരി സ്റ്റൈൽ മീൻകറി. ഓക്കെ ബൈ. ബൈ.